ആ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കണം. അസത്യേ വർമ്മനി സ്ഥിത്വ തതസത്യം സമീഹത എന്നാണ്. അസത്യമായ മാർഗത്തിൽ കൂടെ സഞ്ചരിച്ചിട്ടാണ് സത്യത്തിലെത്തുന്നത്. അപ്പം ഞാൻ സത്യത്തിൽ എത്താൻ ശ്രമിക്കേണ്ട വെച്ച അർത്ഥം ഞാനിപ്പോൾ നിൽക്കുന്നത് അസത്യത്തിലാണ് എന്നതാണ്. അപ്പോൾ അസത്യത്തിൽ നമ്മളിപ്പോൾ മായയിലാണ്, ഈ പ്രപഞ്ചത്തിലാണ്, ഇത് അസത്യമാണ്. അപ്പോൾ സത്യമല്ലാത്തത് വെച്ചാൽ അർത്ഥം ഇല്ലാത്തതെന്നല്ല, എല്ലാ കാലത്തും ഇല്ലാത്തത്, ഇത്രയേ ഉള്ളൂ. മിഥ്യ എന്ന് പറഞ്ഞാൽ അത്രേ അർത്ഥമുള്ളൂ. അതുകൊണ്ട് ഈ വിജ്ഞാനമാണ് ജ്ഞാനം വിജ്ഞാന സംയുതം എന്നുള്ളതിനെ വ്യാഖ്യാനിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വിഷയം ചുരുക്കാം. ഇവിടെ ഞാൻ പറഞ്ഞു, ഈ ധർമ്മത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അതിൻ്റെ വിവിധ സംരക്ഷണത്തിനു വേണ്ടി ധർമ്മസ്വരൂപമായ വേദത്തെ തന്നെ 4ആയിട്ട് പകുത്ത് സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്ന് 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ സംഹിത എന്ന് പറയുന്നത് ബ്രഹ്മചര്യത്തിൽ വിദ്യാർത്ഥിയായിട്ടിരിക്കും, അതാണ് ബ്രഹ്മചര്യം. വിദ്യാർത്ഥിയായി വേദാധ്യയനം വേദ സംബന്ധികളായ ശാസ്ത്രങ്ങൾ അതെല്ലാം അധ്യയനം ചെയ്യുന്ന കാലമാണ് ബ്രഹ്മചര്യത്തിൻ്റെ കാലം. അത് കഴിഞ്ഞിട്ടാണ് ഗാർഹസ്ഥ്യം. ഗാർഹസ്ഥ്യത്തിൽ വരുമ്പോൾ ബ്രഹ്മചര്യത്തിൽ പഠിച്ച ധർമ്മത്തിൻ്റെ തത്വങ്ങൾ പ്രയോഗിക്കാനുള്ള സമയമാണ്. പഠിച്ചത് പ്രയോഗിക്കണമല്ലോ. എന്നിട്ട് അതിന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, എന്തെങ്കിലും അതിന് താൻ മനസ്സിലാക്കിയതിൽ പോരായ്മയുണ്ടോ, ആചാര്യം പഠിപ്പിച്ചതിൽ കൂട്ടിച്ചേർക്കാനായിട്ട് വല്ലതും ഉണ്ടോ, അത് അങ്ങനെ സംഭവിക്കാം. ഒരാചാര്യനും പൂർണ്ണനൊന്നും അല്ലല്ലോ. പിന്നീട് വരുന്ന ശിഷ്യൻ ആചാര്യനേക്കാളും കേമനായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് അതിൽ കൂട്ടിച്ചേർക്കാം, അതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെ ഈ ഗൃഹസ്ഥാശ്രമത്തിൽ താൻ വേദാധ്യയന കാലത്ത് താൻ പഠിച്ച ധർമ്മത്തിൻ്റെ പ്രയോഗമാണ് അത്. ആ ധർമ്മം കർമ്മരൂപത്തിലാണ്. അപ്പം ഗൃഹസ്ഥാശ്രമത്തിൽ ബ്രാഹ്മണങ്ങളാണ്. സംഹിത കഴിഞ്ഞാൽ ബ്രാഹ്മണത്തിലേക്ക് കിടക്കും. സംഹിത പഠിക്കും, അത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോഗതലാണ്, കർമ്മതലമാണ് ബ്രാഹ്മണം. കർമ്മങ്ങളൊക്കെ അതിൽപ്പെടും. പക്ഷേ കർമ്മങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്, അതെല്ലാം ദ്രവ്യനിഷ്ഠമായിട്ടാണ് അധികവും. ദേവത, ഹോതാവ്, ഇതാണ് യജ്ഞത്തിലെ 3 ഘടകങ്ങൾ. ഹോമിക്കുന്ന ആൾ, ഹോമിക്കുന്ന വസ്തു, ഹോമിക്കപ്പെടുന്ന ഏത് ദേവതയെ സങ്കല്പിച്ചാണോ ഹോമിക്കുന്നത് അത്. ഇങ്ങനെ ഈ 3 സങ്കല്പങ്ങളെ ആധാരമാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് ബ്രാഹ്മണങ്ങളിൽ വരുന്നു. അത് കഴിഞ്ഞ് 3ാമത്തെ സ്റ്റേജ് വരുമ്പോൾ ഗാർഹസ്ഥ്യം കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ ഈ പറയുന്ന വാനപ്രസ്ഥം. വാനപ്രസ്ഥത്തിനെ കുറിച്ച് നമ്മുടെ ആചാര്യന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിവിടെ അദ്ദേഹം കാനപ്പുറം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിന് പ്രായമൊന്നുമില്ല, പക്ഷേ പറയും മുതിർന്നവരെന്ന് പറയും. ഈ മുതിർച്ച ജ്ഞാനം കൊണ്ടാവാം. ശരീരം കൊണ്ടുള്ള വളർച്ച ആയിരിക്കില്ല ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ ലോകത്തിൽ പലതും അങ്ങനത്തെ അതിനുള്ള ഉദാഹരണങ്ങൾ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ ഒരു വളർച്ച തന്നെയാണ്. കർമ്മകാണ്ഡത്തിൽ ബ്രാഹ്മണങ്ങളെയൊക്കെ ആധാരമാക്കി ഗൃഹസ്ഥാശ്രമത്തിൽ കർമ്മങ്ങളൊക്കെ ചെയ്ത് വേദത്തിൽ പറയുന്ന ധാർമ്മികമായിട്ടുള്ള തത്വങ്ങളെ കൈകാര്യം ചെയ്തിട്ട് അത് പൂർണ്ണമാവാതെ വരുമ്പോൾ, അതിൽ പൂർണ്ണമായ ഫലം കിട്ടാതെ വരുമ്പോൾ താൻ പഠിച്ചെന്ന് ഇനിയും കൂടുതൽ ചിലത് പഠിക്കാനുണ്ടെന്ന് മനസ്സിലാവുകയാണ് ആ ഘട്ടത്തിലുണ്ടാവുന്നത്. അതുവരെയുള്ളതൊക്കെ പ്രവൃത്തിയാണെന്ന് പറയും. അതുവരെയുള്ളതൊക്കെ പ്രവൃത്തി, കർമ്മം പ്രവൃത്തിയാണല്ലോ, പ്രവൃത്തിയാണ്. പക്ഷേ പ്രവൃത്തിയുടെ അപ്പുറത്ത് വേറൊരു സാധനമുണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ വാനപ്രസ്ഥത്തിൻ്റെ ചിന്ത തുടങ്ങുക. അത് നിവൃത്തിയാണ്. വേദാന്തത്തിൽ 2 സാധനങ്ങളാണ്, പ്രവൃത്തിയും നിവൃത്തിയും. ഒന്ന് രക്തിമ, ഒന്ന് വിരക്തിമ. ഈ വിരക്തിമ എന്ന് ഇങ്ങനെ പറയുമോ എനിക്കറിയില്ല, ഞാൻ എന്തായാലും ഉപയോഗിക്കുകയാണ്. ഭാഷ അങ്ങനെയാണല്ലോ, പുതിയ പദങ്ങൾ ഉണ്ടാവുക. അപ്പോൾ രക്തിമയും വിരക്തിമയും ഇത് രണ്ടും അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ വാനപ്രസ്ഥത്തിന് ആചാര്യന്മാരൊക്കെ അതിന് കണക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഏതിനൊരു മീറ്റർ വേണമല്ലോ.
എന്ന് വെച്ചാൽ എല്ലാവരെയും ആ അളവിൽ ഒരുമിച്ചാക്കണമെന്നൊന്നുമില്ല. ചിലർ ഇത്തിരി പ്രായം കൂടിയിട്ടാവും, ചിലർ ഇത്തിരി പ്രായം ആവുന്നതിന് മുമ്പ് തന്നെ. ഇപ്പം സനകനും സനന്ദനും സനൽകുമാരനൊക്കെ വാനപ്രസ്ഥം ഉണ്ടായിട്ട് തന്നെ ഉണ്ടാവില്ല. അങ്ങനെയില്ലേ? ശുഗബ്രഹ്മർഷിക്ക് ശുഗബ്രഹ്മർഷിയൊന്നും 16 വയസ്സിൽ ആണല്ലോ അദ്ദേഹം ദിഗംബരനായിട്ട് സപ്താഹത്തിന് വരുന്നത്. ആദ്യത്തെ സപ്താഹം അങ്ങനെയാണ്, ദിഗംബരനായിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ 16 വയസ്സാണ്. അപ്പോൾ പൗഗണ്ഡ മനോജ്ഞം എന്ന് മേൽപ്പത്തൂരൊക്കെ പറയുന്ന ആ പൗഗണ്ഡ വയസ്സ് ആണ് ഈ 16, 17 എന്നൊക്കെ പറഞ്ഞത്. അതിമനോഹരായിട്ടുള്ള പ്രായം എന്നർത്ഥം. അപ്പോൾ ഈ ആചാര്യന്മാർ പറയുന്നത് ഈ പൗത്രൻ ഉണ്ടായാലാണ് ഒരാൾ, അത് പുരുഷന് മാത്രമൊന്നുമില്ല കേട്ടോ, വാനപ്രസ്ഥം സന്യാസം ഇതൊക്കെ പുരുഷന് മാത്രമാണെന്ന് ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. പറയുന്നുണ്ട് രഘുവംശത്തെ ശാകുന്തളത്തിലെ കാളിദാസൻ പറയുന്നുണ്ട്, ഗൃഹമൂലാനി ഭവന്തി തേഷാം. ഗൃഹമൂലങ്ങൾ അവരുടെ തരുമൂലാനി ഗൃഹീഭവന്തി തേഷാം. തരുമൂലങ്ങൾ വാനപ്രസ്ഥകാലത്ത് തരുമൂലങ്ങൾ, വൃക്ഷഛായകൾ ഗൃഹീഭവന്തി, ഗൃഹങ്ങളായിട്ട് മാറുന്നു. അത് രണ്ടുപേരും ഒരുമിച്ച. മറ്റേ രഘുവും ദിലീപനും അങ്ങനെയുള്ള രാജാക്കന്മാരൊക്കെ ഇങ്ങനെയുള്ള വാനപ്രസ്ഥം അനുഭവിച്ച ആളുകളാണ്. ഒരുപാട് ആളുകൾ അങ്ങനെയുള്ളുണ്ട്. അപ്പോൾ വാനപ്രസ്ഥത്തിന് അങ്ങനെ പ്രത്യേക ഒരു സമയമില്ല, പ്രത്യേക സ്ഥലമില്ല. നമ്മൾ മനസ്സുകൊണ്ട് അതിന് പാകമായിട്ടുണ്ടോ എന്നുള്ളതാണ്. പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തിയിലേക്ക് കടക്കാനുള്ള യോഗ്യത നമുക്ക് വന്നിട്ടുണ്ടോ? അത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത്. അപ്പം ഇതാണ്, ഇവിടെയാണ് ഈ ഘട്ടം വരെ പറഞ്ഞു നിർത്തി. ഇനി ഇതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അവസരം ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം. വാനപ്രസ്ഥം ആർക്കാണ് മുതിർന്നവർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതും, ഏതാണ് അതിൻ്റെ കാലഘട്ടം എന്നും, എങ്ങനെയുള്ളവരാണ് അതിൻ്റെ യോഗ്യന്മാരെന്നും, ഈ 3 കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്.